നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് തെറ്റുപറ്റിപ്പോയി മഞ്ചാടി, എന്നോട് നീ ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നില്ലേ? നീ കാരണം ഞാനും എന്റെ കുടുംബവും എന്തുമാത്രം അപമാനം സഹിച്ചു എന്ന് നിനക്കറിയോ? എല്ലാം എനിക്കറിയാം മഞ്ചാടി. ഞാൻ ചില കൂട്ടുകെട്ടുകളിൽ പെട്ട് അങ്ങനെ ആയിപ്പോയതാ. എല്ലാ തെറ്റുകൾക്കും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം മഞ്ചാടി. എൻ്റെ അച്ഛനും അമ്മയും പാവങ്ങളാ. നിന്നെ മാത്രമല്ല, ഞാൻ അവരെയും കൂടെ ചതിച്ചത്. നീ മനസ്സ് വെച്ചാലേ ഇനി എന്നെയും അവരെയും രക്ഷിക്കാൻ പറ്റുള്ളൂ. എനിക്കതിന്റെ ആവശ്യമില്ല. നീയും ഞാനുമായിട്ട് ഇനിയൊരു ബന്ധമില്ല. അങ്ങനെ പറയല്ലേ മഞ്ചാടി. ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്ന് നിനക്കറിയാലോ. അതെല്ലാം മറന്ന് നിനക്കെന്നെ ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ മഞ്ചാടി? പറ്റും, 100 വട്ടം പറ്റും. നീ കാരണം ജയിലിൽ കിടക്കേണ്ടി വന്ന ഗോകുലേട്ടൻ നിന്നേക്കാൾ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്നെ ചതിച്ചപ്പോഴാ ഗോകുലേട്ടൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി എന്റെ ജീവിതം ഗോകുലേട്ടനൊപ്പമായിരിക്കും. ഗോകുലേട്ടൻ മാത്രമായിരിക്കും. ഞാൻ നിന്നെ വിടില്ല. അങ്ങനെ പറയില്ല മഞ്ചാടി. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. വിളിച്ചോ, എല്ലാവരും വിളിച്ചോ. ഞാൻ അവരോട് പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ബന്ധം വലുതായിരുന്നു. നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാ? ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ നമ്മൾ തമ്മിൽ വേറെ എന്ത് ബന്ധം ഉണ്ടായേ? നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? എന്നാ എനിക്കല്ല ഓർമ്മയുണ്ട്. എന്റെ കയ്യിൽ അതിന് തെളിവുണ്ട്. എന്ത് തെളിവ്? അതൊക്കെ ഉണ്ട്. ആ തെളിവ് എന്റെ കയ്യിലുള്ളിടത്തോളം കാലം നിനക്ക് വേറെ ആളോട് ജീവിക്കാൻ പറ്റില്ല മഞ്ചാടി. ഞാൻ സമ്മതിക്കില്ല മഞ്ചാടി. ഞാൻ പറയുന്നു കേക്ക്. ഇല്ല മഞ്ചാടി, നിന്നെ വിട്ടുകൊടുക്കില്ല. എന്താ മഞ്ചാടി, എന്തു പറ്റി? അവിടെ അവൻ. അവിടെ ആരാ മഞ്ചാടി? അവിടെ ആരുമില്ല. മോള് വല്ല സ്വപ്നം കണ്ടോ? ദുസ്വപ്നം കണ്ട് പേടിച്ചതാ, അല്ലാതെ വേറെ ഒന്നുമില്ല. പേടിക്കണ്ട കേട്ടോ. ചേച്ചിയില്ല അടുത്ത്. അവിടെ ആര് വന്നതായിട്ടാ മോള് സ്വപ്നം കണ്ടത്? അതാരാന്നറിയില്ല. ഒരു നിഴൽ രൂപം ജനലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്നെ പിടിച്ച് കൊല്ലാൻ നോക്കി. അതെ, ഇപ്പോഴും നിന്റെ പേടി മാറിയിട്ടില്ലല്ലോ. കിടന്നുറങ്ങാൻ നോക്ക്. ഇവിടെ ആരും നിന്നെ കൊല്ലാൻ വരില്ല. ധൈര്യമായിട്ട് കിടക്ക്. കിടക്ക്, കിടന്നോ. പേടിക്കണ്ട കേട്ടോ. പ്രാർത്ഥിച്ചു കിടന്നോ. ഉറങ്ങിക്കോ. സാരമില്ല കേട്ടോ, കിടന്നുറങ്ങിക്കോ.
ഗുഡ് മോർണിംഗ് ശ്യാം. ഗുഡ് മോർണിംഗ് ഇന്ദിരേട്ടാ. എന്താ എഴുന്നേക്കാൻ വൈകിയോ? ആ, ഉറക്കം ശരിയായില്ല. എന്നും ഓരോരോ പ്രശ്നങ്ങളല്ലേ. ശ്യാം വീട് നോക്കാൻ ഏൽപ്പിച്ചത് വിജയനെയാണോ? അതെ, ആദ്യം നോക്കി വെച്ച വീട് ശരിയായില്ല. അങ്ങനെയാ വിജയന്റെ കാര്യം ഒരാൾ പറഞ്ഞത്. പുള്ളി ഇന്നലെ ഒരു വീട് കൺഫേം ചെയ്തു തന്നു. പിന്നെ അവിടെ കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത മാസം തന്നെ ഞങ്ങൾ അങ്ങോട്ട് മാറും. എന്താ ഇന്ദിരേട്ടാ ചോദിച്ചത്? അല്ല, ഷോപ്പിലെ കണ്ണം പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. വീട് മാറുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ശ്യാം. ഇവിടെ ഇപ്പോൾ സൗകര്യക്കുറവൊന്നുമില്ലല്ലോ. സൗകര്യക്കുറവിന്റെ അല്ലേ ഇന്ദിരേട്ടാ. ഞങ്ങളിവിടെ നിൽക്കുന്നതിനോട് ആന്റിക്ക് ഇപ്പോഴും യോജിപ്പില്ല. ഇത് ആന്റിയുടെ വീടല്ലേ. ഞങ്ങൾ കാരണം ആന്റി ഭക്ഷണം ഉണ്ടാക്കാനടക്കം ബുദ്ധിമുട്ടുന്നത് ശരിയല്ലല്ലോ. അമ്മയോട് ഞാനൊന്ന് സീരിയസ് ആയിട്ട് സംസാരിച്ച് നോക്കാം. സോനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്യാമം പറഞ്ഞാൽ മതി. ഏയ്, ഈ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാന്ന് തോന്നുന്നില്ല ഇന്ദിരേട്ടാ. അവര് അമ്മായിമ്മയും മരുമോളൊന്നും ഇല്ലല്ലോ, സ്വന്തം അമ്മയും മകളും അല്ലേ. വാശിയുടെ കാര്യത്തിൽ അവരെ പിന്തിരിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഒരു മാറ്റം എപ്പോഴും നല്ലതാ ഇന്ദിരേട്ടാ. അതിലൂടെ പലതും പഠിക്കാൻ പറ്റും. മാറുന്നവര് മാറിപ്പോയിക്കോട്ടെ ഇന്ദ്ര. നീ എന്തിനാ പിടിച്ചു വെക്കാൻ പോന്നെ? ഒരിക്കൽ അച്ഛനും അമ്മയും വിളിച്ചു വരുത്തി കൊട്ടി കോഴിച്ച് വീട് മാറിയതായിരുന്നല്ലോ. അന്ന് ഗർഭിണിയായിരുന്ന ഭാര്യയെ കഷ്ടപ്പെടുത്താൻ ഇട്ടുകൊടുത്തിട്ട് നാട് വിട്ടു പോയതായിരുന്നല്ലേ ഇവൻ. അടുത്തത് എവിടം വരെ പോകും നമുക്ക് നോക്കാം. തെറ്റുകൾ ആവർത്തിക്കാനുള്ളതല്ല ആന്റി, തിരുത്താനുള്ളതാ. അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഏതൊരു മനുഷ്യനും നേർവഴിക്ക് വരാൻ പറ്റും. ഓ, നീ വലിയ തത്വങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ പ്രാവർത്തികമാക്കിയാ കൊള്ളാം. പ്രവർത്തിച്ച ശേഷം അമ്മേ പറയുന്നേ. ഞങ്ങൾ മാറാൻ പോകുന്ന വീടിന് ഇന്നലെ അഡ്വാൻസ് കൊടുത്തു. ഓ, അഡ്വാൻസ് പോലും. അമ്മേ അമ്മേ അമ്മേ, ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉള്ളപ്പോ അമ്മയുടെ മകളും മരുമകനും കുഞ്ഞും വാടക വീട്ടിൽ പോയി താമസിക്കണോ? നീ പറയുന്നത് കേട്ടോ, ഞാനിവരെ ഇറക്കി വിട്ടതുപോലുണ്ടല്ലോ. എന്റെ ചോര എനിക്കും വലുത് തന്നെയാ. അല്ലാത്തവരെ ഞാൻ വെറുത്ത് തന്നെയാ. ശ്യാമേട്ടനെ വെറുക്കുന്നിടത്ത് എനിക്കും എന്റെ മോക്കും ജീവിക്കാൻ പറ്റില്ല. പറ്റില്ലെങ്കിൽ വേണ്ട. ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. എടി സോനെ, ഒരു കുടുംബം ആവുമ്പോ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ച് വീട് വിട്ട് ഇറങ്ങി പോകുന്നതാണോ ശരി? ഒരു കാലത്ത് നമ്മളെല്ലാം ഒരുമയോടെ സ്നേഹിച്ചു കഴിഞ്ഞവരല്ലേ. ആ കാലം വീണ്ടും തിരിച്ചു കൊണ്ടുവരാനല്ലേ നമ്മൾ നോക്കണ്ടേ? ആ തോന്നൽ അമ്മയ്ക്കും കൂടി വേണ്ട ഏട്ടാ. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അമ്മ അത് വാങ്ങി കുടിക്കില്ല. എന്റെ കുഞ്ഞ് വാവിട്ട് കരഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കില്ല. എന്നിട്ടാ പറയുന്നേ എനിക്ക് എന്റെ ചോര വലുതാന്ന്. അതെടി, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഏതറ്റം വരെയും താഴും. അങ്ങനൊക്കെ തന്നെയാ ഞാൻ നിങ്ങളെയൊക്കെ ഇവിടം വരെ വളർത്തിക്കൊണ്ട് വന്നതും. പക്ഷേ എന്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി നിർത്താൻ നോക്കുന്നവരെയൊന്നും ഇനി ഈ വീട്ടിൽ വെച്ച് വഴിക്കാൻ എനിക്ക് പറ്റില്ല. അത് ആരായാലും ശരി.